ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വാർത്ത കേട്ടു. ഒരു നേതാവ് പറയുകയാണ്, അത് ലീഗ് നേതാവാണ്. അദ്ദേഹം പറയുന്നത് തൃശൂരിൽ ബി.ജെ.പി. ജയിക്കാൻ കാരണം CPIM-ന്റെ നിലപാട് കൊണ്ടാണ്. ഇവിടെ 2 പ്രാവശ്യമാണ് ബി.ജെ.പി. അസംബ്ലിയിലും പാർലമെന്റിലും ജയിച്ചത്. ഒന്ന് ഒ രാജഗോപാലൻ നേമത്ത്, മറ്റൊന്ന് സുരേഷ് ഗോപി തൃശൂർ. നേമത്ത് ജയിച്ച ആ ജയം പൂട്ടിച്ചത് CPM ആണ്. എല്ലാവർക്കും അറിയാലോ, CPM ആണ്. ഇനിയിപ്പോൾ തൃശൂർ പൂട്ടിക്കണം. അതും പൂട്ടിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയായിരിക്കും. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കാര്യമായ ഒരു കാര്യവും നേടാൻ ആ തൃശൂർ 7 മണ്ഡലത്തിലും സാധിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ 84,000 വോട്ടാണ് കുറഞ്ഞത്. എന്നിട്ട് ലീഗ് നേതാവിനും കോൺഗ്രസ് നേതാക്കന്മാർക്കും ഇത് മനസ്സിലാകുന്നില്ല. 84,000 വോട്ട് ഒറ്റ പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസിന് കുറഞ്ഞു. ആ കുറഞ്ഞതിന്റെ ഭാഗമായിട്ട് 74,000 വോട്ടിന് ബി.ജെ.പി. ജയിച്ചു. ഞങ്ങൾക്ക് 16,000-ലധികം വോട്ട് കൂടുതൽ കിട്ടി. 16,000-ലധികം വോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടി. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് 84,000 വോട്ടിന്റെ കുറവാണ്ടായേ. അപ്പോൾ ആരാ ബി.ജെ.പിയെ ജയിപ്പിച്ചത്? കേട്ടില്ല, പറഞ്ഞു തീർക്കട്ടെ. ആരാ ജയിപ്പിച്ചത്? ഇതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. 84,000 വോട്ടിന്റെ കുറവുണ്ടാവുകയും ജയിച്ചിരുന്ന UDF 3-ാം സ്ഥാനത്തേക്ക് പോവുകയും എന്നിട്ട് അവിടെ ബി.ജെ.പി. ജയിക്കുകയും ചെയ്തു. അപ്പോൾ 74,000 വോട്ട് ജയിച്ചു. 84,000 വോട്ട് കോൺഗ്രസിന്റെ വോട്ടാണ്. പരമാവധി വോട്ട് അവർക്ക് കിട്ടി. ഞങ്ങൾക്കാണെങ്കിൽ വോട്ട് കുറഞ്ഞിട്ടുമില്ല. ഞങ്ങൾ 16,000 വോട്ട് കൂടുതൽ പിടിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇത്രയും എല്ലാം കാര്യം പറഞ്ഞാൽ കോൺഗ്രസിന് മുണ്ടാട്ടില്ല കേട്ടാ. അന്നേരം റിപ്പോർട്ടുകാരന് ഇതൊന്നും പറയാനുമില്ല. പറയണം ഇത് ഇങ്ങനെയാണെന്നും. ആയില്ല, ഇനി ഒന്നുകൂടി പറയട്ടെ. നേമത്തെ കാര്യം കൂടി പറയാം. നേമത്ത് UDF-ന്റെ വോട്ട് 29,000 കുറഞ്ഞു. UDF-ന്റെ വോട്ട് 29,000 കുറഞ്ഞു. UDF-ന്റെ സ്ഥാനാർത്ഥി കെട്ടിവെച്ച കാശ് കിട്ടിയില്ല. രാജഗോപാലൻ ജയിച്ചു. ഇതാണ് നിയമത്തുണ്ടായത്. ആ നിയമം പിന്നീട് ഞങ്ങൾ കൂട്ടിച്ചു. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൃശൂരും കൂട്ടിക്കാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ ഈ കടമ നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ.